ഹായ് PSC വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10th പ്രിലിംസിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഓഗസ്റ്റ് 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് പോകുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് അവസാനഘട്ട ഒരുക്കങ്ങളായിട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ടെൻഷൻ ആവരുത് എന്നുള്ളത് കേട്ടോ. എക്സാമിനോട് അടുക്കുമ്പോൾ ടെൻഷൻ കൂടുന്നത് സ്വാഭാവികമാണ്. എന്ന് വെച്ച് അമിത ടെൻഷൻ, ഉത്കണ്ഠ എന്നിവ നമ്മൾ ഒഴിവാക്കണം. അതായത് ആദ്യത്തെ 2 സ്റ്റേജുകൾ കണ്ടിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് സ്റ്റേജിന്റെ ആ ഒരു ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും അധികം ടെൻഷൻ ആവാൻ സാധ്യതയില്ല. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ NCERT ചോദ്യങ്ങളൊക്കെ കൂടുതലായി ചോദിച്ചതുകൊണ്ട് അത് ആലോചിച്ചിട്ട് ഇനി എൻ്റെ എക്സാം 3rd 4th ഒക്കെ സ്റ്റേജുള്ളവരിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലേ, എൻ്റെ എക്സാം ഇനി അങ്ങനെ ആവോ, 4th സ്റ്റേജ് ഈസി ആവോ, 3rd സ്റ്റേജ് ടഫ് ആവോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ടെൻഷൻ വേണ്ട. കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമ്മളുടെ എക്സാമുകളും അതേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട അതിനെക്കുറിച്ചിട്ട്. നമ്മൾ പഠിച്ചത് എന്തായാലും നമുക്ക് എഴുതാനുള്ളത് അവിടെ കാണും. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇനിയിപ്പോൾ ആകെ 5-6 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഇൻഫർമേഷനുകളൊന്നും പഠിക്കാതിരിക്കുക എന്നുള്ളത് അടുത്ത കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതായത് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാതിരിക്കുക. ഇപ്പോൾ SCERT ഒക്കെ കൂടുതൽ കവർ ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടാവും, അതേപോലെ NCERT പഠിക്കാതെ ഇരിക്കുന്നവരും ഉണ്ടാവും. അവർ ഈ ലാസ്റ്റത്തെ 1, 2, 3 ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ റിവിഷൻ ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു ചാൻസ് കൂടിയാണ് നഷ്ടമാവുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അധികം നമ്മൾ തെറ്റിക്കുന്നത്, നെഗറ്റീവ് വരുത്തുന്നത് കൂടുതലും നമുക്ക് അറിയുന്ന ഭാഗങ്ങൾ തന്നെയായിരിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ വരുമ്പോഴായിരിക്കും അയ്യോ ഇത് എനിക്കറിയായിരുന്നു, ഞാൻ അവിടെ തെറ്റിച്ചല്ലോ എന്നുള്ളത് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഭാഗം, നിങ്ങൾക്ക് അങ്ങനത്തെ തെറ്റുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് റിവിഷൻ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെറുതെ ഒരു 3-4 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു 10-30 മാർക്ക് നിങ്ങൾ കളയരുത് എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കഴിവുണ്ടെങ്കിൽ പഠിച്ചോളൂ, കുഴപ്പമില്ല. എല്ലാവരും വ്യത്യസ്തരാണല്ലോ. അല്ലാതെ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ പണിക്ക് പോവാതിരിക്കുക കേട്ടോ. അതായത് പുതിയ ഇൻഫർമേഷൻ ഒന്നും പഠിക്കാതെ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്യുകയും പിന്നെ കറണ്ട് അഫെയർ ഇതുവരെ പഠിച്ചിട്ടുള്ളതും നല്ലതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക. നമ്മുടെ മാർക്ക് കളയരുത് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മളത് റിവിഷൻ ചെയ്തിട്ട് വേണം പോകാൻ. ഇനിയിപ്പോൾ ഫുള്ള് റിവിഷൻ്റെ ടൈം മാത്രമാണ്, ഒന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് കേട്ടോ. ഡെയിലി ഇനി മാത്സ് ചെയ്യാൻ നിങ്ങൾ മാത്സിന് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ, PYQക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു 1-2 മണിക്കൂറൊക്കെ കൊടുക്കുന്നതിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയും പഠിക്കാം കേട്ടോ. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പിന്നെ PYQs ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പഠിക്കാം. ഇപ്പം കഴിഞ്ഞ ആ 2 സ്റ്റേജിലും ക്യാൻസൽ ചെയ്ത സ്റ്റേജിലും അതേപോലെ ഫസ്റ്റ് സ്റ്റേജിലും നല്ല ഈസി ആയിരുന്നു മാത്സ്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ട് നമ്മൾ പോകേണ്ട, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ടഫാക്കിയാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ പഠിച്ചെടുക്കുക. പിന്നെ മൊത്തത്തിൽ നമ്മളൊരു തയ്യാറായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാമാണ് വരുന്നത്, നമുക്ക് ആ ഒരു ബോധം നമ്മളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറായിട്ട് ഇരിക്കാം. നമ്മളെല്ലാം എടുത്തു വെക്കുക. നമ്മൾ ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ പേന, അവസാന നിമിഷം പോയി പേനയെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കാത്ത പേനയൊക്കെ നമ്മൾ കളർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് പിടിക്കാത്ത പ്രശ്നമൊക്കെ വരും, മഷി പിടിക്കാത്ത പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച പേന വേണം നമ്മൾ എക്സാം എഴുതാനും ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, പുതിയ പേനയൊക്കെ വാങ്ങിയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ എഴുതിയ ഒരു പകുതിയൊക്കെ മഷിയായതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും 2 പേനയും കയ്യിൽ കരുതി വെക്കുക. പിന്നെ ഈ പേനയൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിയിട്ട് ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ എഴുതൂ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതി ആ പേനയൊക്കെ നല്ലതുപോലെ മയം പിടിക്കുന്നത് പോലെ ആക്കി വെക്കുക. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് നോയ്സ് ഉണ്ടാവും, അപ്പം അതൊന്ന് ക്ഷമിക്കണേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ സൗണ്ടൊന്നും ശരിയില്ല, എനിക്ക് ചുമയൊക്കെയാണ്. ഞാൻ പക്ഷെ തണുത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പലതും നമ്മുടെ കയ്യിലല്ലല്ലോ. അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരും. അപ്പം അതിൽ തളരരുത്. ഇപ്പം എനിക്ക് ഈ ഒരാഴ്ചയായിട്ട് ഇതേപോലെ ചുമ, ജലദോഷമൊക്കെയാണ്. എങ്കിലും ഞാൻ അതിൽ വീണ് പോയിട്ടൊന്നും ഇല്ല കേട്ടോ. 1-2 ദിവസമൊക്കെ ചെറുതായിട്ട് ശരീരവേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി പഠിച്ചു. ഇപ്പോൾ എക്സാം എടുക്കുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിലൊന്നും നമ്മൾ ചിന്തിച്ച് നെഗറ്റീവായിട്ട് ഇരിക്കരുത്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊന്നും ചിന്തിച്ച് നെഗറ്റീവ് ആവേണ്ട. അങ്ങനെ പല അസുഖങ്ങളും നമ്മൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ വേഗം മരുന്നൊക്കെ കഴിച്ച് അതൊക്കെ ഭേദമാക്കുക. നമ്മൾ എക്സാം നന്നായി എഴുതേണ്ടതാണ്. അപ്പോൾ ഞാനും
മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേഗം ഭേദമാകാൻ വേണ്ടിയിട്ട് എക്സാം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അസുഖം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണം എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യം കൂടി വേണമെങ്കിലോ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ കൂടുതൽ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രിലിംസിന് മുമ്പായിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു പ്രിലിംസ് കഴിഞ്ഞ ശേഷം നമുക്ക് VFAയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ, സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.